വൻപയറും മുതിരയും ചേർത്ത് ഇന്ന് നമുക്കൊരു തോരനുണ്ടാക്കാം. വൻപയറും മുതിരയും തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്നത് കുക്കറിൽ കഴുകി വാരിയിട്ട് നിറയ്ക്ക് വെള്ളം ഒഴിച്ച് ആദ്യം ഫസ്റ്റ് ഒരു വിസിലടിച്ച് കഴിയുമ്പം സിമ്മിലിട്ട് ഒരു 4-5 വിസിലൂടെ അടുപ്പിച്ച് വേവിച്ചെടുത്ത മുതിരയും വൻപയറും കൂടെ കുക്കറിൽ ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി തോരൻ വെക്കാനായി ഹാഫ് തേങ്ങ ചിരകിയത്, ഒണിയൻ ചെറുതായിട്ട് കുന അരിഞ്ഞത്, ഗ്രീൻ ചില്ലിയും ചെറുതായി അരിഞ്ഞത്, ഗാർലിക്കും ചെറുതായി അരിഞ്ഞത്, കറി ലീവ്സ്, പിന്നെ ഞാൻ കറിക്കായയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കറിക്കായയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ അത് വേണം എന്നില്ല കറിക്കായ, അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ പൗഡറുകളും അതിനകത്ത് ഇട്ട് വയ്ക്കുക. അരിഞ്ഞു വെച്ചേക്കുന്നതും തേങ്ങ ചിരകിയതും എല്ലാം ചേർത്ത് ഞാൻ ഇട്ട് വെച്ചേക്കുന്നതാണ് ഈ കാണിച്ചത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകും വറുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത്, ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് മസാലയെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് എണ്ണയിലൊന്ന് ചൂടാകണം. നന്നായി ചൂടായതിന് ശേഷം നോക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഇളക്കി നല്ലപോലെ എണ്ണയിൽ എല്ലാ ഭാഗവും ഒന്ന് ഇളകണം. അങ്ങനെ ഇളക്കി വെച്ച് എടുത്ത എല്ലാ സാധനവും ഉണ്ടത് ഇളക്കിയതിന് ശേഷം അതൊന്ന് നിരത്തിയിടുക. ഇളക്കി അതൊന്ന് ഇച്ചിരി ഇതായിട്ട് നിരത്തിയിട്ടച്ച് അതിൻ്റെ മുകളിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ, വെള്ള വൻപയറാണ് ഞാൻ എടുത്തത്. വെള്ള വൻപയറും മുതിരയും രണ്ടും ചേർത്താണ് അത് രണ്ടും വേവിച്ച് വെച്ചിരുന്നത്. അതിന് മേളിലേക്കിട്ട് ഇതിനകത്ത് വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കുക. തീയൊക്കെ ഞാൻ ഫുള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കത് തിളച്ചൊന്ന് ഇതാകണമല്ലോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമ്മളത് ഓപ്പണാക്കി നോക്കി, കണ്ടോ? നോക്കുമ്പോൾ അത് ഇനിയും വെള്ളം പറ്റാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ച് ഒന്നുകൂടെ സ്വല്പം നേരം കൂടെ അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നോക്കാം. ഒരു 10-15 മിനിറ്റ് ടോട്ടൽ കുക്കാനെടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നോക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് നോക്കാം. ചിലപ്പോൾ 5 മിനിറ്റിൽ വെള്ളം പറ്റിയെങ്കിൽ കുക്കായി കഴിഞ്ഞു. ഓൾറെഡി ആ പയറും മുതിരയും എല്ലാം വെന്തതാണല്ലോ. ഇത് ഒന്നിച്ച് ആ വെള്ളവും ചേർന്ന് ആ തേങ്ങയെ ഞാൻ വാഴയ്ക്കയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാം ചേർന്നൊന്ന് പിടിച്ച് ഒന്ന് ആ നനവ് വറ്റി കിട്ടണം. നനവ് വറ്റി തോരൻ പറയുന്ന അങ്ങനെയാണല്ലോ, ഒരു തോന്നിരിക്കുന്ന ഒരു ഇതിനെയാണ് തോരൻ പറയുന്നതല്ലോ. അപ്പം അങ്ങനെ കറക്റ്റാക്കി എടുത്തേച്ച് നോക്കിക്കേ. സ്വല്പം കൂടെ ഒന്ന് വയ്ക്കണം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വയ്ക്കാം. അടച്ച് വയ്ക്കാമേ. 5 മിനിറ്റായി. ഇനി നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂവി ഇനി അടച്ചൊരു 2 മിനിറ്റ് കൂടെ വയ്ക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു.